വ്യാജവാർത്ത നൽകുന്ന മാധ്യമങ്ങളെ തുറന്നു കാട്ടാൻ ഫാക്ട് ടു ഫേക്ക് എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ യുവജന പ്രതിഷേധമുണ്ട്. ഇപ്പോൾ സുജു ടി ബാബു വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുജു, അവിടെ എങ്ങനെയാണ്, പത്തനംതിട്ടയിൽ എങ്ങനെയാണ് പ്രതിഷേധം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പത്തനംതിട്ട ശക്തമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. വ്യാജ വാർത്തകൾക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിലും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടത്തുന്നത്. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ ആരംഭിച്ച പ്രവർത്തനത്തിൽ ധാരാളം പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഗാന്ധി പ്രതിമയുടെ അടുത്തെത്തി ആ പ്രതിഷേധ പ്രകടനം അത് ജില്ലാ ഭാരവാഹികളടക്കം ജില്ലാ സെക്രട്ടറി ബി നിസാം, ജില്ലാ പ്രസിഡന്റ് MS അനീഷ് കുമാർ തുടങ്ങിയ ആളുകളാണ് പങ്കെടുക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഭാരവാഹികൾ എല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് ഒരു കണക്ക്, മെമ്മോറാണ്ടത്തിന്റെ കണക്കിന് അത് സംസ്ഥാന സർക്കാർ നൽകിയ യഥാർത്ഥ കണക്ക് അല്ലെങ്കിൽ അതിന്റെ ചെലവായ തുക എന്ന തരത്തിൽ വ്യാജമായി ചിത്രീകരിക്കുകയും ആ വിഷയത്തിൽ കൃത്യമായ തരത്തിൽ വാർത്ത നൽകാതെ നുണകൾ മെനഞ്ഞെടുത്തു വാർത്ത നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പത്തനംതിട്ടയിലും പ്രതിഷേധം തുടരുകയാണ്. സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.